ഹായ് ഓൾ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കാർലിംഗ് ചാക്ക ഷോറൂമിലാണ്. ഇവിടെ കുറച്ചധികം വാഹനങ്ങളുണ്ട്. അപ്പോൾ അത് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. അത് പരിചയപ്പെടുത്തുന്നതിന് മുന്നായിട്ട് ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ സ്വന്തം ലിയ കുട്ടി, നമ്മുടെ ഒരു പേർഷ്യൻ ക്യാറ്റാണ്. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കുഞ്ഞാണിത്. കണ്ടില്ലേ, നല്ല എല്ലാവരുമായിട്ട് നല്ലൊരു അട്രാക്റ്റീവായിട്ട്, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് നല്ല ക്ലോസ് ആണ് ഇവള്. അപ്പോൾ നമുക്ക് വാഹനങ്ങൾ പരിചയപ്പെട്ടാലോ? വാഹനങ്ങൾ പരിചയപ്പെടാനാണെങ്കിൽ ഇവിടെ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയാലും അല്ലാത്ത നോർമൽ ആയാലും ഒക്കെ ഒരുപാട് വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ വാഹനങ്ങൾ നമ്മളുള്ളത് ഇവിടെ ഫ്രണ്ടിൽ കിടക്കുന്ന തന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഷോറൂമിലോട്ട് കയറി വരുന്ന രണ്ട് സൈഡിലായിട്ട് കുറച്ച് വാഹനങ്ങൾ കിടപ്പുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അത് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഇയോൺ ആണ്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റിയ വാഹനമാണ്. 2012 മോഡൽ ഇയോൺ എറാ പ്ലസ് വേരിയന്റിൽ വരുന്ന വാഹനമാണ്. അതായത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വരുന്ന വാഹനം. ഇതിന്റെ ഒരു ഗ്രേ കളർ, അത്യാവശ്യം നല്ലൊരു ഗ്രേ കളർ, നല്ല ക്വാളിറ്റി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. വേറെ സ്ക്രാച്ചോ പെയിന്റ് കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഇത് നമ്മൾ 1,55,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ ഇട്ടിരിക്കുന്ന വാഹനമാണ്. പിന്നെ വരുന്നത് ഒരു റിഡ്സ് ആണ്, റിഡ്സിന്റെ ഡീസൽ. അപ്പോൾ റിഡ്സിന് പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് റിഡ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ റിഡ്സിനെ നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ട്. നെഗറ്റീവായിട്ട് കാണുന്നവരെന്ന് പറഞ്ഞാൽ റിഡ്സിന്റെ ബാക്ക് ഡിസൈന് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ വണ്ടിയെ കുറിച്ച് ആർക്കും ഒരു കുറ്റം പറയാനില്ല. കാര്യം വെച്ചാൽ റിഡ്സ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കറിയാം നല്ല കംഫർട്ടാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്. കാര്യം ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് കുറച്ച് ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഫൺ ഡ്രൈവിന് പറ്റിയൊരു മോഡലാണ്. ഒരു കോക്പിറ്റ് മോഡൽ ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ്. ഇതുപോലെ പുറമേ ഡീസലാണ്. ഡീസൽ ടർബോ ഓൺ ആയി കഴിഞ്ഞാൽ വണ്ടി പോയി പറക്കുകയാണ്. അത്രയും നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ സ്വിഫ്റ്റിന്റെ എഞ്ചിനാണ് വരുന്നതെങ്കിൽ പോലും ഇതിന് ഒരു ഹോഴ്സ് പവർ കുറച്ച് കൂടുതലാണ് അതിൽ നിന്നും. അപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനം കൊടുക്കാനിരിക്കുന്നത് 3 ലക്ഷം രൂപ ബഡ്ജറ്റിലാണ്. 2013 ഡീസൽ വാഹനം, ഏകദേശം 1 ലക്ഷം കിലോമീറ്ററിനകത്ത് ഓടിയ VDI വേരിയന്റ്. അപ്പോൾ ഇതിന് വെറൈറ്റി ആയിട്ട് മറ്റൊരു കാര്യമുണ്ട്. അതിൻ്റെ ഇവിടെ ഒരു ടാക്കോമീറ്റർ കാണുന്നുണ്ട്. അത് ഒരു വെറൈറ്റി ഉള്ള വാഹനമാണ്. ഇപ്പം നമ്മുടെ നോർമൽ വണ്ടികളിൽ കണ്ടുവരാത്തൊരു സാധനം, അഡീഷണൽ ടാക്കോമീറ്റർ. അത് കമ്പനിയിൽ നിന്ന് തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന സാധനം. അത് ഈ ഫൺ ഡ്രൈവിന് കൂടുതൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നമ്മളതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മറ്റൊരു വാഹനമുണ്ട്, ക്വിഡ് ആണ്. ഇത് 2015 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വാഹനം, 46,000 കിലോമീറ്റർ ഓടിയത്. ഇതൊക്കെ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വാഹനം. ഇത് 2,25,000 ബഡ്ജറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പിന്നെ ഉള്ളത് സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റിന്റെ ഡീസലാണ്, ZDI പ്ലസ്. 2018 മോഡൽ ZDI പ്ലസ്, ഒറിജിനൽ ട്രിവാൻഡ്രം വണ്ടിയാണ്. നിലവിലിപ്പോൾ 3rd ഓണർഷിപ്പിലാണ്. ഡീസലാണ്. 5,25,000 റേഞ്ചിന് കൊടുക്കാൻ പറ്റിയ വാഹനമാണ്. ZDI വേരിയന്റ് ആകുമ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തൊരു സ്വിഫ്റ്റ്, ഇത് വന്നിട്ട് ടൈപ്പ് 2 ജനറേഷനിൽ വരുന്ന 2014 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. കേവൽ 18 രജിസ്ട്രേഷനിലാണ് വരുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്യുന്നത് 80,000 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 3,65,000 രൂപ. പിന്നെ ഉള്ളത് അമേസ് ആണ്. അമേസ് വന്നിട്ട് ഓട്ടോമാറ്റിക് വേരിയന്റ് ഉള്ള വാഹനമാണ്. 2019 മോഡൽ. പിന്നെ ഒരു i20 കിടപ്പുണ്ട്. i20 മാനുവലാണ്. അപ്പോൾ അമേസ് 6 ലക്ഷം രൂപ ബഡ്ജറ്റിലും i20 4,75,000 ബഡ്ജറ്റുമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിന് പുറമെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ, ഇൻക്ലൂഡിങ് ഫോർഡ് ഫിഗോ 2014 മോഡൽ, നല്ല ഷേപ്പിൽ നല്ല ക്വാളിറ്റി ഉള്ള വാഹനം കിടപ്പുണ്ട്. പിന്നെ പുറമെ സ്വിഫ്റ്റ്, ബലേനോ ഡീസൽ, അങ്ങനത്തെ ഒരുപാട്, എത്തിയോസ് ഡീസൽ, അങ്ങനത്തെ ഒരുപാട് വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ സിയാസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസയറിൻ്റെ തന്നെ പഴയ മോഡലുണ്ട്, പിന്നെ ഹുണ്ടായുടെ ഇലാൻഡ്ര ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് മോഡൽസ്, ബലേനോയുടെ ഡീസൽ 2 ഉണ്ട്, ഗ്രാൻഡ് ഐറ്റർ ഉണ്ട്, i20 ഉണ്ട്, വാഗനാർ ഉണ്ട്. അങ്ങനത്തെ കുറച്ചധികം വാഹനങ്ങൾ വേറെ കിടപ്പുണ്ട്. ഞാൻ പിന്നെ ഫ്രണ്ടിൽ കിടന്ന വാഹനങ്ങളായതുകൊണ്ട് അതിനെ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. പിന്നെ വലിയ സെഗ്മെന്റ്, SUV സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളിൽ ഹാരിയർ 2 കിടപ്പുണ്ട്, ക്രിസ്റ്റ 2 കിടപ്പുണ്ട്, ഇന്നോവ 2 കിടപ്പുണ്ട്, XUV ഫൈനർ 2 കിടപ്പുണ്ട്, ബൊലേറോ കിടപ്പുണ്ട്, ഹീക്കോ കിടപ്പുണ്ട്, ക്രെറ്റ കിടപ്പുണ്ട്. അങ്ങനത്തെ എല്ലാത്തരം നല്ല കിടിലൻ വാഹനങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ അടുത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ബാക്കി ഇവിടെ ഫ്രണ്ടിൽ കിടക്കുന്ന വാഹനങ്ങൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇഗ്നിസ് 2021 മോഡൽ പെട്രോൾ, അത് സിഗ്മ വേരിയന്റ് ആണ്. പിന്നെ അക്കോർഡ് മോഡിഫൈ ചെയ്ത് വണ്ടി ഓടിക്കാവുന്നവർക്ക് പറ്റിയൊരു മോഡലാണ്. ഫുള്ളി മോഡിഫൈ ചെയ്ത 2009 വാഹനം, 2030 വരെ പേപ്പറുണ്ട്. ഓട്ടോമാറ്റിക് കൂടെയാണ്. വെറും 3 ലക്ഷം രൂപയേ ഉള്ളൂ. നല്ല കിഡിലനായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വാഹനം ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു ക്വാളിറ്റി. സിൽവറും ബ്ലാക്കും കളർ കോമ്പിനേഷനിൽ വരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ലുക്കുള്ളൊരു വാഹനം. അതായത് GT ലൈൻ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കറൊക്കെ ചെയ്ത് നമുക്കൊരു റേസിംഗ് പോലെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക് വാഹനമാണ്. പിന്നെ ഒരു യാരിസ് കിടപ്പുണ്ട്. യാരിസ് കുറച്ച് മോഡിഫൈ ചെയ്ത വാഹനമാണ്. അത് 2019 മോഡലാണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്ത മോഡലാണ്. പിന്നെ മറ്റൊരു വണ്ടി ഇതാണ്, വെർണ. ഇത് 2015 മോഡൽ വെർണ,
SX പെട്രോൾ വേരിയുള്ള വാഹനമാണ്. 60,000 കിലോമീറ്റർ ഓടിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനം. നല്ല കിടിലൻ ക്വാളിറ്റി. അത് കളർ കണ്ടില്ലേ, ഒരു വെറൈറ്റി ഗ്രേ കളറിൽ, നല്ല ഡാർക്ക് ഗ്രേ കളറിൽ വരുന്ന ഒരു കിടിലൻ ക്വാളിറ്റി വാഹനം. പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, അലോയ് വീല്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയ എല്ലാത്തരം ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം 5 ലക്ഷം രൂപ ബഡ്ജറ്റിന് കൊടുക്കാം. അതുപോലെ തന്നെ അതിന്റെ സെയിം ഡീസൽ വാഹനമുണ്ട്. ഇത് 2015 തന്നെയാണ്. ഡീസൽ വേരിയന്റിൽ വരുന്ന അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന SX, അഡീഷണൽ അലോയ് വീല് കാര്യങ്ങളെല്ലാം ചെയ്ത പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് എല്ലാം വരുന്ന KL01 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ ഇതും സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സിയാസ് അവൈലബിൾ ആണ്. 2017-18 രജിസ്ട്രേഷനിൽ വരുന്ന സിയാസ്, അതുപോലെ തന്നെ ഒരു MG ഹെക്ടർ, പിന്നെ ഒരു ബെൻസ്. അപ്പോൾ ഇതെല്ലാം നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ്. അപ്പോൾ ഇത് ഡീസലാണ് കേട്ടോ, സിയാസ് 2017-18 വണ്ടി. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വാഹനങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൽ എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് ഫിനാൻസ് ഫെസിലിറ്റി അറേഞ്ച് കൊടുക്കാൻ പറ്റും. പഴയ മോഡൽ 2010 മുമ്പോട്ടുള്ള പോയിട്ട് 12, 13, 14 ഇങ്ങനെ വരുന്ന എല്ലാ മോഡലിലും നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ലിയ കുട്ടിയെ കാണണമെങ്കിൽ നേരെ ഷോറൂം വിസിറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.